തൃശൂർ കുന്നംകുളം ആർത്താറ്റ് 55-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായി. ചീരംകുളത്ത് നിന്നും നാട്ടുകാരാണ് മുതുവറ സ്വദേശി കണ്ണനെ പിടികൂടിയത്. നാടഞ്ചേരിയിൽ മോഷണ ശ്രമത്തിനിടെ സിന്ധുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വളരെ ദാരുണമായൊരു സംഭവമാണ്, ക്രൂരമായ ഒരു അക്രമം നടന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഇവർ താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത്. ഈ സമയത്ത് സിന്ധു മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അടുക്കള ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ഈ സ്ത്രീയുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം പ്രതി കത്തി ഉപയോഗിച്ച് ഈ സ്ത്രീയുടെ കഴുത്തറക്കുകയും ആഭരണങ്ങൾ കവർന്നെടുക്കുകയുമാണ്. പിന്നാലെ തന്നെ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഏറ്റവും നിർണായകമായത് അയൽവാസികളായിട്ടുള്ള ചില ആളുകൾ, ഒരു സ്ത്രീ അടക്കമുള്ള ആളുകൾ ഈ പ്രതിയെ കണ്ടിരുന്നു. ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ടീഷർട്ടും മാസ്കും ധരിച്ച ഒരു യുവാവാണ് എത്തിയതെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. പരിസരത്ത് കണ്ടുപരിചയമില്ലാത്ത ഇയാളെ വേഗത്തിൽ തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചു. പിന്നാലെ ഈ കൊലപാതകം നടന്ന് 8:30 കടയിൽ പോയിരുന്ന ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഭാര്യയെ അടുക്കള മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. ഈ സംഭവം ഇദ്ദേഹം കരഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് മറ്റുള്ള ആളുകളും ഈ നേരത്തെ കണ്ട ദൃക്സാക്ഷി അടക്കമുള്ള ആളുകളും ഈ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നാലെ തന്നെ സംഭവം ഇയാളാണ് കൊല നടത്തിയതെന്ന് ആളുകൾക്ക് തിരിച്ചറിയാനായി പോലീസിന്റെ വേഗത്തിൽ തന്നെ എത്തി വിവരം പോലീസിൽ അറിയിച്ചു. പിന്നാലെ പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഈ കുന്നംകുളത്ത് തന്നെ സമീപത്തു നിന്നുള്ള ചീരംകുളത്ത് നിന്നും പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ കൊല്ലപ്പെട്ട സിന്ധുവിന്റെ ആഭരണങ്ങൾ രക്തം പറ്റിയ അതേ നിലയിൽ കണ്ടെത്തുകയും കൂടിയായിരുന്നു. പിന്നാലെ നാട്ടുകാരും പോലീസും ചോദ്യം ചെയ്തതോടുകൂടി ഇയാൾ കുറ്റം സമ്മതിച്ചു. ഈ കുന്നംകുളത്തിനോട് തന്നെ അടുത്തുള്ള മുതുവറ എന്ന് പറഞ്ഞ സ്ഥലത്തെ മുതുവറ സ്വദേശിയായിട്ടുള്ള കണ്ണൻ എന്നാണ് പ്രതി പേര് പറഞ്ഞിരിക്കുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജനരോക്ഷം ഉണ്ടായപ്പോൾ തന്നെ ഇയാളെ ജീപ്പിനുള്ളിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികൾ നടന്നു വരികയാണ്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം ആണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ ഇയാൾ ഈ കൊല നടത്തുന്നതിനായി വീട്ടിലെത്തിയപ്പോൾ സിന്ധു അകത്തുണ്ടോ എന്നുള്ളത് അടുത്ത ദൃക്സാക്ഷിയായ സ്ത്രീയോട് ചോദിക്കുകയും സിന്ധുവാണ് അകത്തുള്ളതെന്ന് മനസ്സിലാക്കിയുമാണ് ഇയാൾ വീടിനുള്ളിലേക്ക് കടന്നു കയറി ഈ കൊലപാതകം നടത്തിയത്. സംഭവത്തിൽ പോലീസിന് ദുരൂഹതകളേറെ സംശയിക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നുള്ളതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇയാൾ എത്തുമ്പോൾ ഈ കൊല്ലപ്പെട്ട സിന്ധുവിന്റെയും ഭർത്താവിന്റെയും മറ്റു ബന്ധുക്കളായ യുവാക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്നായിരുന്നു അയൽവാസികൾ ധരിച്ചത്. അവരും അതുകൊണ്ട് തന്നെ സിന്ധുവിനെ തിരഞ്ഞെത്തിയ ആളോട് കൂടുതൽ വിശദാംശങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല. ഇയാൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറി കൊല നടത്തുകയായിരുന്നു. പിന്നീട് ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം ഭർത്താവ് വന്നപ്പോഴാണ് സ്ത്രീ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടതും ബഹളം കേട്ട് ആളുകൾ തിരിച്ചറിയുന്നതും. പക്ഷേ സമയോചിതമായി തന്നെ നാട്ടുകാർക്ക് പോലീസുമായി ചേർന്നുകൊണ്ട് ഈ പ്രതിയെ തിരയാനും കണ്ടെത്താനുമായിട്ടുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് പ്രതിയുമായി ചോദ്യം ചെയ്യുകയാണ്. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ഗൗതം, ശരി. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ഈ ക്രൂരമായ അക്രമത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.